ദാവീദ് വലിയ കഷ്ടത്തിലായി. എന്തായിരുന്നു ദാവീദിന്റെ കഷ്ടത? എല്ലാം നഷ്ടപ്പെട്ടവന്റെ വേദന. ഇന്ന് പകലിൽ എനിക്കറിയത്തില്ല ദൈവം ഇങ്ങനെ സംസാരിക്കുന്ന എന്നാന്ന്. എല്ലാം നഷ്ടപ്പെട്ടവനൊരു വേദനയുണ്ട്, നഷ്ടപ്പെട്ടവനൊരു പ്രയാസമുണ്ട്. നഷ്ടപ്പെട്ടവന്റെ വേദനയെ അറിയുന്ന ദൈവം, നഷ്ടത്തെ കാണുന്ന ദൈവം, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കേണ്ടത് ചിലത് ശത്രു കവർന്നു കൊണ്ടുപോയെങ്കിൽ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ, നിന്റെ ആരാധനയെ, നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ, നിന്റെ തലമുറയെ, നിന്റെ സമ്പത്തിനെ, നിന്റെ ആരോഗ്യത്തെ അമാല്യോക്യം തകർക്കാൻ ശ്രമിക്കുന്നെങ്കിൽ, അതിന്റെ മധ്യയിൽ അയ്യം വിളിച്ച് നിലവിളിച്ച് ബലമില്ലാതാകുവോളം നീ കരയുന്നെങ്കിൽ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിക്കുകയാണ്. ബൈബിൾ പറയുന്നു ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. സിക്ലാഗ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, തെക്കേദേശം കത്തിച്ചു കളഞ്ഞിരിക്കുന്നു, സ്വന്തം ഭാര്യയെ വരെ ശത്രു പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. നഷ്ടങ്ങളുടെ തകർച്ചകളുടെ നീണ്ട പട്ടിക ദാവീദിന്റെ മുൻപിൽ നിൽക്കുന്നു. ചുറ്റും നോക്കാൻ ഒന്നുമില്ല, ചാമ്പൽ കൂമ്പാരങ്ങൾ മാത്രം. ആശ്വസിപ്പിക്കാൻ ഭാര്യയില്ല, ആശ്വസിപ്പിക്കാൻ ആരെയില്ല. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് 6-ാമത്തെ വാക്യത്തിൽ, ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെ പുത്രിമാരെ കുറിച്ച് വ്യസനിച്ചുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. തൻ്റെ കൂടെ നിന്നവർ വരെ തനിക്കെതിരായി, എല്ലാവരും എതിരായി, ഒപ്പം നിന്നവർ എതിരായി. ഞാനിത് മെസ്സേജ് പറയുമ്പോൾ ഇത് ദാവീദിന്റെ മാത്രം അനുഭവമല്ല, എന്നെ കേൾക്കുന്ന ചിലരുടെ അനുഭവമാണ്. ഒപ്പം നിന്നവർ നിനക്കെതിരായി. നിന്റെ കൺമുൻപിൽ വെച്ച് നീ അനുഭവിക്കേണ്ട പലതും ശത്രു തകർത്തെറിഞ്ഞു. നീ വല്ലാതെ കരയുന്നു, നിന്റെ മനസ്സ് വല്ലാതെ നീറുന്നു. പക്ഷെ അവിടെ ഞാൻ വേദപുസ്തകം വായിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ മോട്ടിവേഷൻ മെസ്സേജ്, the one of the best motivation message in this Bible. The Bible says, but David strengthened himself in the Lord is God. ഒരു പാസ്റ്റർ വന്നവനെ ബലപ്പെടുത്തുവല്ല, ഒരു പ്രവാചകൻ വന്നവനെ ബലപ്പെടുത്തുവല്ല, ഒരു പ്രസംഗകൻ വന്നവനെ ബലപ്പെടുത്തുവല്ല, ഒരു ഷോർട്ട് മെസ്സേജ് കേട്ട് ബലപ്പെടുകയല്ല, ഒരു പാട്ട് കേട്ട് ബലപ്പെടുകയല്ല. അവന്റെ ദൈവമായ യഹോവയിൽ അവൻ തന്നെ താൻ ബലപ്പെടുകയാണ്. നിങ്ങൾക്കതിന് കഴിയുമോ? The one of the best motivation message. ഒരാൾ നമ്മളെ താങ്ങി തരാനുണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ്. ഒരാൾ നമ്മളെ എൻകറേജ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കതൊരു ബലമാണ്. ഒരാൾ നമ്മളെ ആശ്വസിപ്പിക്കാനുണ്ടെങ്കിൽ അത് നമുക്കൊരാശ്വാസമാണ്. ഒരാൾ നമ്മളെ പുകഴ്ത്താനുണ്ടെങ്കിൽ അതൊരു പ്രചോദനമാണ്. പക്ഷെ സകലതും തകർന്നടിയുമ്പോൾ, ഭാര്യയില്ല, മക്കളില്ല, കൂട്ടുവേലക്കാരില്ല, ഒരുത്തനും ഒപ്പമില്ല. പിടിച്ചെടുത്തത് മുഴുവൻ തവിടുപൊടിയായി ഒറ്റയ്ക്ക് ചാമ്പൽ കൂമ്പാരത്തിന്റെ മേളിലിരുന്ന് അലമുറയിട്ട് കരയുമ്പോൾ നിനക്ക് നിന്നെ തന്നെ ബലപ്പെടുത്താൻ കഴിയുന്ന ഒരാത്മമണ്ഡലം ഇന്ന് പകൽ തുറക്കപ്പെടട്ടെ. ഇന്ന് പകൽ സഭയോട്, ഓൺലൈൻ മെസ്സേജിൽ കാണുന്നവരോട് ആത്മാ പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ കരീത്തുകളുടെ നടുവിൽ, നിന്റെ ജീവിതത്തിന്റെ ഗതശമനയുടെ നടുവിൽ, നിന്റെ ജീവിതത്തിന്റെ സിക്ലാഹുകളുടെ നടുവിൽ, ഒരു വ്യക്തികളെ നീ കാണാതിരിക്കുമ്പോഴും നിനക്ക് തന്നെ താൻ നിന്റെ ദൈവമായ യഹോവയിലും തന്റെ വചനത്തിലും ബലപ്പെടുവാൻ കഴിയുന്ന ഒരു ആത്മബലം, ഒരു പ്രാർത്ഥനാ ജീവിതം നിനക്കുണ്ടാകട്ടെ. ഞാനിപ്പോൾ വായിച്ചത് ESV ആണ്. KJV എന്ന് പറയുന്നത് കുറച്ചുകൂടെ കട്ടിയായതുകൊണ്ടാണ് ഞാനത് നോക്കാതിരുന്നേ.
കെജവിൽ എഴുതിയിരിക്കുന്നത്, but David encouraged himself in the Lord is God. ഓ പാസ്റ്റർ എന്നെ എൻകറേജ് ചെയ്തില്ല, എൻ്റെ ഭാര്യ എന്നെ എൻകറേജ് ചെയ്തില്ല, എൻ്റെ ഭർത്താവ് എന്നെ എൻകറേജ് ചെയ്തില്ല, ആരും എന്നെ ഒന്ന് എൻകറേജ് ചെയ്തില്ല. But the Bible says that David encouraged himself. In the Lord of the God. ഇതുള്ളവന് വേറെ ആരുടെ ഒരു എൻകറേജ്മെന്റും വേണ്ട. ഇത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ, നിനക്ക് ഇതില്ലാതെ പോയതാ നിന്റെ പ്രശ്നം, നിനക്കിതില്ലാതെ പോയതാ നിന്റെ പ്രശ്നം, നിനക്കിതില്ലാതെ പോയതാ നിന്റെ പ്രശ്നം, നിനക്ക് ദൈവത്തോട് ബന്ധമില്ലാതായി പോയതാ നിന്റെ പ്രശ്നം.